മോഡ്യൂളിൻ്റെ ലാസ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് ക്വാഡ്രാറ്റിക് ഫോംസ്. ക്വാഡ്രാറ്റിക് ഫോംസ് ഈ ഒരു ചെറിയൊരു സെക്ഷനോട് കൂടി നമുക്ക് ആ മോഡ്യൂൾ തീരുന്നതായിരിക്കും. You consider this polynomial 2x² plus 3y² plus 8xy. What do you mean by a polynomial? Polynomial expression ആയാൽ എക്സിൻ്റെ അതുപോലെ വൈയുടെ ഇതിൻ്റെയൊക്കെ എക്സ്പൊണൻ്റ് എന്തായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് 0, 1, 2, 3 എക്സെട്ര. ഒരിക്കലും നെഗറ്റീവ് വരുന്നില്ല. റേസ് ടു 1/2, 1/3 ഒന്നും വരികയില്ല. അത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ് ഇത് പോളിനോമിയൽ എക്സ്പ്രഷൻസ്. അതായത് എക്സിൻ്റെ ഡിഗ്രി 2, വൈയുടെ ഡിഗ്രി 2, ദെൻ ഈ ടൈമിൻ്റെ എക്സ് ഡിഗ്രി 1, വൈ ഡിഗ്രി 1, ദെർഫോർ ഡിഗ്രി ഓഫ് ദിസ് ടൈം ഈസ് ഈക്വൽ ടു 1 + 1 2. അതായത് ഈ പോളിനോമിയൽ, ആ പോളിനോമിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ടൈമിൻ്റെയും ഡിഗ്രി എന്താണ്? 2 ആണ്, അല്ലേ? x² ഡിഗ്രി 2, 3y² ഡിഗ്രി 2, ഇത് എക്സിൻ്റെ ഡിഗ്രി 1, വൈയുടെ ഡിഗ്രി 1. ദാറ്റ് ഈസ് അങ്ങനെ ഒന്നിൽ കൂടുതൽ ടൈംസ് വന്നാൽ ഡിഗ്രി ഓഫ് ദാറ്റ് ടൈം ഈസ് സം ഓഫ് ദി ഡിഗ്രീസ്. അതായത് 1 + 1 = 2. ഓക്കെ, ഞാൻ പോളിനോമിയലിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരിക്കലും y⁻² ഒന്നും വരില്ല, അഥവാ x⁻² വരില്ല. എക്സ്പോണൻസ് ഒക്കെ എന്തായിരിക്കും? അർത്ഥം നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. 0, 1, 2, 3 എക്സെട്ര. നോട്ട് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 ആഡ് ചെയ്യും. ഓക്കെ, അന്നേരം ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ എക്സ്പ്രഷൻ പറയാം എല്ലാ ടൈമിൻ്റെയും ഡിഗ്രി 2 ആണ്. അങ്ങനെ എല്ലാ ടൈമിൻ്റെയും ഡിഗ്രി സെയിം ആയാൽ അത്തരം പോളിനോമിയലിനാണ് വാട്ട് വി കോൾ എ ഹോമോജീനിയസ് പോളിനോമിയൽ, അല്ലേ? ഹോമോജീനിയസ് മീൻസ് എല്ലാ ടൈംസിൻ്റെയും ഡിഗ്രി ഓഫ് എച്ച് ടൈം ഓർ എവറി ടൈം ഈ സെയിം ആയിരിക്കും. 2 ആയാൽ എല്ലാത്തിൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. 3 ആയാൽ എല്ലാ ടൈമിൻ്റെയും ഡിഗ്രി എന്തായിരിക്കും? 3 ആയിരിക്കും. സിമിലർലി കൺസിഡർ ദിസ് വൺ 6x² plus y² plus 10xy. Here also it is a polynomial in 2 variables. Here there are 2 variables x and y. In this expression or in this polynomial there are 2 variables x and y. Moreover, the degree of every term or each term, degree of this term 6x², degree of this term is equal to 2. അപ്പോൾ ഈ ടൈമിൻ്റെ ഡിഗ്രി 2, ഇതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 1 + 1 2 ആണ്. ಅಂದರೆ എല്ലാ ടൈമിൻ്റെയും ഡിഗ്രി സെയിം ആയാൽ അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹോമോജീനിയസ്. അന്നേരം ദിസ് ഈസ് ആൾസോ എ ഹോമോജീനിയസ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2. എല്ലാ ടൈമിൻ്റെയും ഡിഗ്രി 2 ആണ്. Then what about this one? x² plus y plus 4xy. x² plus y plus 4xy is equal to, here the degree of this term is 2. This term, degree of this term is equal to 2. What about degree of this term? Degree of y is equal to y⁻1. That means 1 ആണ്, അല്ലേ? ഈ ടൈമിൻ്റെ അത് ഹോമോജീനിയസ് അല്ല. എല്ലാ ടൈമിൻ്റെയും ഡിഗ്രി സെയിം അല്ല. ഇത് ഡിഗ്രി 2, ഇത് ഡിഗ്രി 2 ആണ്. ബട്ട് ദിസ് ഈസ് ഓഫ് നോട്ട് ഡിഗ്രി 2. That means this is not a homogeneous polynomial. അന്നേരം 2 വേരിയബിൾസ് ഉള്ള ഒരു ഹോമോജീനിയസ് പോളിനോമിയൽ ആയാൽ, if there are 2 variables, then similarly consider this one x1² plus x2² plus 6 into x1 x2. Instead of x and y, here the variables are x1 and x2. x1² degree of this term is 2. ഇതിൻ്റെ ഡിഗ്രി 2. ഇത് x1 x2 ഡിഗ്രി എന്തായിരിക്കും? 2 ആയിരിക്കും. എന്നാൽ ഇവിടെ എക്സ് വൈ എന്നുള്ളതിന് പകരം ഇവിടെ 2 വേരിയബിൾസ് ഏതൊക്കെയാണ്? x1ഉം x2ഉം ആണ്. ഇതും എന്താണ്? ഹോമോജീനിയസ് ആണ്. ഓഫ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി എന്തായിരിക്കും? 2, അല്ലേ? എന്നാൽ ഈ എഴുതിയിരിക്കുന്നതിനകത്ത് ഇത് രണ്ടും എക്സും വൈയും, അതേപോലെ ഇത് x1 x2 എന്ന് പറയുന്ന 2 വേരിയബിൾസിലുള്ള ഹോമോജീനിയസ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി എന്താണ്? 2 ആണ്. ബട്ട് ദിസ് ഈസ് നോട്ട് എ ഹോമോജീനിയസ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2. അങ്ങനെ ഹോമോജീനിയസ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 in 2 വേരിയബിൾസ് ആയാൽ എൻ്റെ പ്രത്യേകത എന്തായിരിക്കും അറിയാമോ? ഇഫ് ദ വേരിയബിൾസ് ആർ എക്സ് ആൻഡ് വൈ, വേരിയബിൾസ് എക്സും വൈയും ആയാൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഒരു x² ടൈം ഉണ്ടാവും, പിന്നെ ഒരു y² ടൈം ഉണ്ടാവും, ദെൻ ഒരു എക്സ് വൈയുടെ ടൈമും ഉണ്ടാവും. അങ്ങനെയല്ലേ? 4 ഡിഗ്രി എല്ലാത്തിനും 2 ആവുള്ളൂ. പക്ഷേ അതിന് പകരം ഇതിങ്ങനെയാണ് വിചാരിക്കുക 2x² plus 3y². 2x² plus 3y² എന്ന് മാത്രമാണെങ്കിൽ പോലും അതെന്തായിരിക്കും അർത്ഥം? എ ഹോമോജീനിയസ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ വെറും 8xy എന്ന് പറഞ്ഞാൽ മാത്രം എന്താണെന്ന് അറിയാം? അതിനകത്ത് 2 വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. എ ഹോമോജീനിയസ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 ആണ്. എന്നാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ഒരു x² ടൈം ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും? അങ്ങനെ ആദ്യം നമ്മൾ 2x² plus 3y² ആണെന്ന് വിചാരിക്കുക. 2x² plus 3y² ആണെങ്കിൽ xyയുടെ കോഎഫിഷ്യന്റ് എന്തായിരിക്കും അറിയാമോ? 0xy എന്നായിരിക്കും. ഓക്കെ, അതേപോലെ 8xy എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ മാത്രം എടുക്കുക.
If the polynomial is 8xy, then the corresponding terms of x square and y square are 0x square plus 0y square plus 8xy. And the homogeneous polynomial of degree 2 in two variables x and y general form and the standard form and or x square or y square or x and y okay? That means the standard form or general form of a polynomial of degree 2, homogeneous polynomial of degree 2, you can write like this: q is equal to ax square plus by square plus 2hxy. And x square and the coefficient d. Similarly, the coefficient of y square is equal to b. Then xy and the coefficient of h 2 into h. 2hxy. That is what we call a quadratic form in two variables x and y. Ax square plus by square plus 2hxy is the general form or standard form of a quadratic form in two variables x and y. Okay. Similarly, next we consider this one. 2x square plus 3y square plus 4z square plus 6yz, then 7zx plus 10xy. What is the property of this polynomial? All polynomial term degree is degree 2. Degree 2. This is y degree 1, z degree 1, then total degree of this term is equal to 2. Similarly, 1 plus 1 degree 2, this is 1 plus 1 degree 2. That is homogeneous. All degree is 2. Homogeneous. How many variables are x, y, z? Or this is a homogeneous polynomial of second degree in three variables x, y and z. Or we can say this is a quadratic form. Quadratic form is degree 2 homogeneous or polynomial degree 2. Okay? 3x square, 2x square plus 3y square plus 4z square plus 6yz plus 7zx plus 10xy. Degree 2. Moreover, there are three variables, or we can say this is a homogeneous polynomial of degree 2 in three variables x, y and z. This x, y, z x1, x2, x3 x1, x2, x3 2x1 square plus 3x2 square plus 4x3 square plus 6 into x2, x3 7 into x3, x1 this 10 into x1, x2. X, y, z you can write like this: 4x1 square, x2 square, minus x3 square, then 7x, x2, x3, x1, x2, x3 are variables, 6x3, x1, then 4x1, x2. This is also a homogeneous polynomial of degree 2 in three variables x1, x2 and x3. Okay? And there are more variables of our homogeneous polynomial of degree 2 and the form or x square term or y square term or z square term then xy term. xy term and then yz term or zx term. Okay? And there is standard form and general form and a homogeneous polynomial of degree 2 in three variables x, y and z. In this case, x1 z is given by this form: ax square, x square the coefficient a, plus by square plus cz square plus 2f into yz. And the yz the coefficient is 2f. Similarly, zx 2g zx plus 2h into xy. X square term, y square term, z square term, xy, then yz, zx. Or this is the general form or standard form of a polynomial of degree 2 in three variables x, y and z. Ax square plus by square plus cz square plus 2f 2f into yz in the coefficient 2f, then zx into 2g
then അടുത്ത എന്തായിരിക്കും 2hx xy യുടെ 2hy അന്നേരം ഇങ്ങനെ എന്താണ് what do you mean by a quadratic form? A quadratic form means a homogeneous polynomial. ഇതൊരു homogeneous polynomial ആണ്. അതുപോലെ ഇതും എന്തായിരിക്കും homogeneous polynomial ആണ്. A homogeneous polynomial of degree 2 or second degree in two variables x ഉം y ഉം ആയിരിക്കും. അല്ലെങ്കിൽ 3 variables x1 x2 x3 or 4 variables x1 x2 x3 x4. പക്ഷെ അതിൻ്റെ എല്ലാ ടൈമിൻ്റെ ഡിഗ്രി എന്തായിരിക്കും 2 ആയിരിക്കും. അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് അഥവാ മാത്തമാറ്റിക്കൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻസിനെയാണ് പോളിനോമിയൽസിനെയാണ് what we call a quadratic form. അന്നേരം what do you mean by quadratic form? A quadratic form means a homogeneous polynomial of degree 2. Here there are two variables. In this case there are 3 variables x, y and z, or x1, x2 and x3. On a homogeneous polynomial of degree 2 in any number of variables. അത് 2 ആകാം 3 ആകാം അതിൽ കൂടുതലുമാകാം. പക്ഷെ എല്ലാ ടൈമിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം 2 ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ പോളിനോമിയലിനാണ് what we call quadratic forms. അന്നേരം quadratic forms means a homogeneous polynomial of degree or a homogeneous expression of degree 2 in 2 or more variables. ഇനി അതല്ലെങ്കിൽ in any number of variables is defined as a quadratic form. ഓക്കെ, അന്നേരം എക്സും വൈയും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമുകൾ നോക്കുക. ഏതാണ്? എക്സ് സ്ക്വയറിൻ്റെ ഒരു ടൈം വേണം, വൈ സ്ക്വയറിൻ്റെ ഒരു ടൈം വേണം, പിന്നെ എക്സ് വൈയുടെ ഒരു ടൈം. അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് 2hx വൈ. Similarly, the quadratic form in 3 variables x ഉം y ഉം z ഉം ആയിരിക്കും. Then the general form or standard form is ax square plus by square y square ന്റെ ടൈം, then z square ന്റെ ടൈം cz square, പിന്നെ അടുത്തത് yz ആണ് എഴുതിയിരിക്കുന്നത് 2fyz plus 2gzx plus 2hx. Okay, or a quadratic form is a homogeneous polynomial of degree 2 is in any number of variables. 2 3 അതിൽ കൂടുതൽ വേരിയബിൾസ് വരാം. പക്ഷെ എല്ലാ ടൈമിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം? എല്ലാ ടൈമിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം? 2 ആയിരിക്കണം. അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ആണ് what we call quadratic form. Okay, then next we consider this one 2x square plus 3y square plus 8xy. ഈ ഫോം എടുക്കുക. 2x square plus 3y square plus 8xy is equal to അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ മെട്രിക്സ് എടുത്തിട്ട് ക്യാപിറ്റൽ A is equal to 2 4 4 3. Then what is the property of this matrix? ആ മെട്രിക്സിന്റെ പ്രോപ്പർട്ടി നോക്കിയാൽ ഡയഗണൽ എലിമെന്റ്സ് 2 3 ആണ്. ഡയഗണൽ എലിമെന്റ്സ് 2 3 എന്ന് പറഞ്ഞാൽ അത് x സ്ക്വയറിന്റെ y സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ്. x സ്ക്വയറിന്റെ y സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ്. പിന്നെ ഇത് 8xy. 8xy xy യുടെ കോഎഫിഷ്യന്റ് അതിന്റെ പകുതി എടുക്കും. 8 ന്റെ പകുതി അതാണ് 4 എഴുതിയിരിക്കുന്നത്. Then this matrix capital A is equal to diagonal elements are the coefficients of x square and y square. Then off diagonal elements half of the coefficient of x square. അല്ലേ, x square ന്റെ y square ന്റെ coefficient diagonal ആണ്. ഇനി half of the coefficient of x y എന്തായിരിക്കണം? off diagonal. അല്ലെങ്കിൽ let x is equal to ഒരു വേരിയബിൾസിന് x y ഈ കോളം മാട്രിക്സ് എടുക്കുക അഥവാ കോളം വെക്റ്റർ. Then what is x transpose? X transpose means ഈ റോയെ കോളം പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യും. ഒരു കോളം എന്നുള്ള എന്തായി മാറുന്നത് x y റോ ആയിട്ട് കിട്ടും. Then what is x dash? X dash A is equal to ഇത് x ആണ്. what is x dash x y റോ മാട്രിക്സ് ഒറ്റ റോ മാത്രമേ into a ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2x plus 4y ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ്. then first row second കോളം എന്നാൽ 4x plus 3 4x plus 3 അതാണ് x dash. ഇനി ആ x dash A വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? റൈറ്റിൽ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. then x dash A x അഥവാ ഈ കിട്ടിയിരിക്കുന്നതിന് വീണ്ടും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും x എന്നാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഇതാണ് ഫസ്റ്റ് റോ. ഇവിടെ റോ മെട്രിക്സ് ആണ്, ഇത് കോളം മെട്രിക്സ് ആണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്നാൽ ആദ്യത്തെ ഈ എലിമെന്റിനെ 2x plus 4y ഏതുകൊണ്ട് മൾട്ടിപ്ലൈ x അതാണ് 2x plus 4y into x plus 4x plus 3y into y. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും? 2x square plus 3y square plus 8xy കിട്ടും. ആ 2x square plus 3y square plus 8xy എന്താണ്? ഈ ക്വാഡ്രാറ്റിക് ഫോം ആണ്. ഓർ ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ 2x square plus 3y square plus 8xy is equal to എങ്ങനെ എഴുതാം? നമുക്ക് ഈ 3 മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതായത് x dash ax
ഇനി ആ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ പ്രോപ്പർട്ടി നോക്കിക്കേ. അതിനകത്ത് ഫസ്റ്റ് റോ 2 4 ഫസ്റ്റ് കോളം അത് തന്നെ. അതുപോലെ സെക്കൻഡ് റോയും സെക്കൻഡ് കോളം എന്തായിരിക്കും അർത്ഥം സെയിം ആയിരിക്കും അല്ലേ? അന്നേരം ഈ മെട്രിക്സ് എടുത്താൽ 2 4 4 3 അത് ഒന്നാമത്തെ റോയും ഒന്നാമത്തെ കോളവും സെയിം. അതുപോലെ രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളവും സെയിം ആയിരിക്കും. അന്നേരം ഈ മൂന്ന് മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിരിക്കും. ഓർ 2x² + 3y² + 8xy. അതൊരു ക്വാഡ്രാറ്റിക് ഫോമാണ്. ദാറ്റ് ക്വാഡ്രാറ്റിക് ഫോം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് മെട്രിക്സ്. അഥവാ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും അർത്ഥം? മെട്രിക്സ് ഫോം. ആ മെട്രിക്സ് ഫോം ഏതാണെന്നാണ് x' ax = x'. വേറെ a = അതാണ്. അങ്ങനെ എഴുതാൻ പറ്റുന്ന a എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെട്രിക്സിന്റെ പ്രോപ്പർട്ടി ഇതായിരിക്കും. ഏതാ? അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് x² y² കോഎഫിഷ്യന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓഫ് ഡയഗണൽ എലിമെന്റ്സ് എന്തായിരിക്കും അറിയാമോ? ഈ xy-യുടെ കോഎഫിഷ്യന്റിന്റെ പകുതിയായിരിക്കും. Similarly, അതെ ax² + by² + 2hxy. ax² + by² + 2hxy എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാഡ്രാറ്റിക് ഫോം അല്ലെങ്കിൽ ജനറൽ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഫോം ഇൻ 2 വേരിയബിൾസ് x and y. ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോമിന് കറസ്പോണ്ടിങ് ആയി വരുന്ന മെട്രിക്സ് ഏതാണെന്നറിയോ? ക്യാപിറ്റൽ A = ഇതാണ് A ഇത്. Then that matrix is equal to അങ്ങനെ ax² + by² + 2hxy ആയിരിക്കും. ax² + by² + 2hxy ആയ അതിനെ കറസ്പോണ്ടിങ് ആയി വരുന്ന ആ ക്വാഡ്രാറ്റിക് ഫോമിനെ നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാം, മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. അത് സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലേ? സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റോയും ഒന്നാമത്തെ കോളവും ഈക്വൽ ആയിരിക്കും. A ട്രാൻസ്പോസ് A സെയിം ആയിരിക്കും, റോയും കോളവും സെയിം ആയിരിക്കും. അന്നേരം ഇതാണ് ആ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോമിന് കറസ്പോണ്ടിങ് ആയി വരുന്ന മെട്രിക്സ് A = ഏതാണെന്നറിയോ? ഇങ്ങനെ A B. ആ A B x²ന്റെയും y²ന്റെയും കോഎഫിഷ്യൻസ് ഡയഗണൽ ആയിരിക്കും. ബാക്കി xy എന്നുള്ളത് 2hxy. അത് xy-യുടെ കോഎഫിഷ്യന്റ് 2h, അതിന്റെ പകുതി എന്തായിരിക്കും അർത്ഥം? h-. or this is a h b ആയിരിക്കും. എന്നാൽ ax² + by² + 2hxy എന്ന് പറയുന്ന ആ ക്വാഡ്രാറ്റിക് ഫോമിന് കറസ്പോണ്ടിങ് ആയി വരുന്ന മെട്രിക്സ് ഫോം x' ax ആണ്. ആ x' axനകത്ത് A = എന്താണെന്നറിയാമോ? A h h g. പക്ഷെ അതൊരു സിമെട്രിക് ആണ്. ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം സെയിം ആണ്. അതുപോലെ രണ്ടാമത്തെ റോ ഏതാണ്? HB, രണ്ടാമത്തെ കോളം സെയിം ആയിരിക്കും. Similarly, in 3 variables, quadratic form in 3 variables ആണ് ചെയ്യുന്നത്. Quadratic forms in 3 variables ആണ് ax² + by² + cz² + 2fyz. yzന്റെ കോഎഫിഷ്യന്റ് 2f. അതുപോലെ zx-ന്റെ കോഎഫിഷ്യന്റ് 2g, xy-യുടെ കോഎഫിഷ്യന്റ് 2h. ഇതാണെങ്കിൽ ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം? ആ മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. x' ax എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ x' ax എന്ന് എഴുതുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ അല്ലേ? x' axന് എഴുതുമ്പോൾ ആ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. ക്യാപിറ്റൽ A = എന്നാൽ ആ x²ന്റെ കോഎഫിഷ്യന്റ് y²ന്റെ കോഎഫിഷ്യന്റ് z²ന്റെ കോഎഫിഷ്യന്റ് അത് ഡയഗണൽ. ഇവിടെ എന്തായാലും x²ന്റെയും y²ന്റെയും കോഎഫിഷ്യന്റ് ഡയഗണൽ. xy-യുടെ കോഎഫിഷ്യന്റിന്റെ പകുതിയാണ് എന്തെന്നിരിക്കുന്നത് h ഓഫ് ഡയഗണൽ. പക്ഷെ ഇവിടെ എന്തായിരുന്നല്ലോ? the coefficient of x², coefficient of y² and coefficient of z² are the diagonal elements a b c. പിന്നെ മുന്നോട്ട് നോക്കിയാൽ ഇങ്ങനെ a b c കഴിഞ്ഞാൽ പിന്നെ f g h ഇങ്ങോട്ട്, ഇതുപോലെ ഇങ്ങോട്ട് f g h. a b c diagonal elements, അതായത് x²ന്റെ കോഎഫിഷ്യന്റ്, y²ന്റെ കോഎഫിഷ്യന്റ്, z²ന്റെ കോഎഫിഷ്യന്റ്. പിന്നെ അടുത്ത എന്താണ്? f g h. ഇത് അതുപോലെ തന്നെ f g h. Then what is h? h means coefficient of xy, xy-യുടെ കോഎഫിഷ്യന്റിന്റെ പകുതി. Then what is g? g means the coefficient of g എന്ന് പറഞ്ഞാൽ 2g zx ആണ്. എന്നാൽ zx-ന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി. അതേപോലെ തന്നെ f കൊണ്ട് അർത്ഥമാക്കുന്നത് f ഏതായിരിക്കും അർത്ഥം? കോഎഫിഷ്യന്റ് ഓഫ് yz-ന്റെ പകുതി. അഥവാ ax² + by² + cz² + 2fyz + 2gzx + 2hxy. Then the corresponding matrix transposal corresponding ആയി വരുന്ന ട്രാൻസ്ഫോർമേഷൻ, മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ A is given by ഇങ്ങനെ A B C ഡയഗണൽ എലിമെന്റ്സ്. പിന്നെ അതുപോലെ എന്തായിരിക്കണം? ഇങ്ങനെ f g h, ഇങ്ങോട്ട് f g h തരും.
അഥവാ മെട്രിക്സ് AHG. നോക്കിക്കേ, AHG. ഒന്നാമത്തെ വഴി ഒന്നാമത്തെ കോളം സെയിം, രണ്ടാമത്തേത് HBF, മൂന്നാമത്തേത് GFC. അന്നേരം ഈ A എഴുതി കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന 3 വേരിയബിൾസ് ഉള്ള ക്വാഡ്രാറ്റിക് ഫോം, എക്സ് വൈ സെഡ് ഉള്ള ക്വാഡ്രാറ്റിക് ഫോം, ദാറ്റ് ഈസ് AX² plus BY² plus CZ² plus 2FYZ plus 2GZX plus 2HXY is equal to എങ്ങനെ എഴുതാം? X dash AX. അന്നേരം X dash AX എന്ന് എഴുതിയാൽ ഈ A കിട്ടാത്ത മാർഗതാണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഫോം തന്നു കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ആയി വരുന്ന മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. X dash AX. ആ A കിട്ടാത്ത മാർഗമാണ് കോഎഫിഷ്യന്റ് ഓഫ് X², കോഎഫിഷ്യന്റ് ഓഫ് Y², കോഎഫിഷ്യന്റ് ഓഫ് Z², AHG. അത് ഒന്നാമത്തെ വഴി ഒന്നാമത്തെ കോളം, രണ്ടാമത്തേത് HBF, രണ്ടാമത്തെ കോളം HBF, മൂന്നാമത്തെ GFC. Second, then consider this one, 4x1² plus x2² minus x3² plus 7x2x3 plus 6x3x1 plus 4x1x2. അഥവാ ഈ ടേബിൾ എടുക്കുക. ഇതിന്റെ മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ എടുത്താൽ what is A is equal to, ആ കേസിനകത്ത് ക്യാപിറ്റൽ A is equal to എങ്ങനെ വരും? x² ന്റെ കോഎഫിഷ്യന്റ് 2, ഡയഗണൽ എലിമെന്റ് ആയിട്ട് അടുത്ത y² ന്റെ കോഎഫിഷ്യന്റ് 3, then z² ന്റെ കോഎഫിഷ്യന്റ് 4 അല്ലേ? പിന്നെ അടുത്ത ഏതാണ്? h ആണ്. AH എന്നാണ്. h മീൻസ് xy യുടെ കോഎഫിഷ്യന്റ്, ഇതിന്റെ പകുതി. ഇത് 10xy ആണ്, അതിന്റെ പകുതി എത്രയായിരിക്കും? 5. AH. പിന്നെ അടുത്ത് G മീൻസ് കോഎഫിഷ്യന്റ് ഓഫ് ZX, അത് ഇവിടെ 7 ആണ്. ആ 7ന്റെ പകുതി 7/2. ഇത് 2 5 7/2 ഫസ്റ്റ് റോ ആയാൽ ഇപ്പോഴത്തേക്ക് അതിന് എന്തായിരിക്കും? 2 5 7/2 ആയിരിക്കും. അത് സിമെട്രി മെട്രിക്സ് ആണ്. AHG ഈ താഴോട്ട് AHG എന്നാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം സെയിം ആയിരിക്കും. x² ന്റെ കോഎഫിഷ്യന്റ്, y² ന്റെ കോഎഫിഷ്യന്റ്, z², then h മീൻസ് xy യുടെ കോഎഫിഷ്യന്റ്, അതിന്റെ പകുതി 10ന്റെ പകുതി 5. അതുപോലെ തന്നെ അടുത്ത ZX ന്റെ കോഎഫിഷ്യന്റ് 7/2. ഇനി അടുത്ത ഏതാണെന്നോ? ഇത് HBF. F means what is F? YZ ന്റെ കോഎഫിഷ്യന്റ്. YZ ന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 6. അതിന്റെ പകുതി 6ന്റെ പകുതി എത്ര വരുന്ന? 3. അത് ഇവിടെ എഴുതുന്നു. അപ്പോൾ ആ തന്നിരിക്കുന്ന ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഫോം ഏതാ? 2x² plus 3y² plus 4z² plus 6yz plus 7zx plus 10xy is equal to x dash ax, where A is equal to this matrix AHG, HBF, then GFC. A, B, C, x² y² z² ന്റെ കോഎഫിഷ്യന്റ് ഡയഗണൽ ആയിട്ട് ഇത് xy യുടെ കോഎഫിഷ്യന്റ്, ഇത് ZX ന്റെ കോഎഫിഷ്യന്റ്, ഇത് നമ്മൾ എഴുതുമ്പോൾ ABC ഡയഗണൽ ആയിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുകളിലോട്ട് FGH, ഇപ്പുറത്തേക്ക് അതുപോലെ FG FGH എഴുതും. ദിസ് ഈസ് ക്വാഡ്രാറ്റിക് ഫോം ഇൻ 2 വേരിയബിൾസ് ആൻഡ് ഇൻ 3 വേരിയബിൾസ്. അതായത് AX² plus BY² plus 2HXY ആയ ക്വാഡ്രാറ്റിക് ഫോം ഇൻ ഡിഗ്രി 2. ഇത് ക്വാഡ്രാറ്റിക് ഫോം ഓഫ് ഡിഗ്രി എന്തായിരിക്കും? 3. If AX² plus BY² plus 2HXY, then the matrix form representation is x dash x, where A is equal to coefficient of x², coefficient of y², the half of the coefficient of x. Similarly, if the quadratic form in 3 variables x, y and z, that is AX² plus BY² plus CZ² 2FYZ 2GZX plus 2HXY എല്ലാം പ്ലസ്. അങ്ങനെയാണെങ്കിൽ the matrix representation x dash x അല്ലേ? and where A is equal to ABC, coefficient of x², coefficient of y², coefficient of z². ABC എഴുതുക. പിന്നെ അത് കഴിഞ്ഞാൽ ABC കഴിഞ്ഞാൽ പിന്നെ DEF ആണ് വരുന്നത്. F പിന്നെ അത് കഴിഞ്ഞാൽ GH, അങ്ങനെ മുകളിലോട്ട് FGH, ഇങ്ങോട്ട് അതുപോലെ FGH. എന്നാൽ നിങ്ങൾക്കൊരു മെട്രിക്സ് കിട്ടും. ഇങ്ങനെ AHG, അത് റോയും കോളം സെയിം ആയിരിക്കും. അതുപോലെ HBF സെയിം, then GFC. This is the quadratic form. This is the matrix corresponds to this quadratic form. What do you mean by quadratic form? A quadratic form means a homogeneous polynomial of degree 2 in any number of variables is defined as quadratic form. Then quadratic form. What do you mean by quadratic form?
Quadratic form means a homogeneous polynomial of degree 2 in any number of variables is called quadratic form. അതായത് ഹോമോജീനിയസ് ആയ എല്ലാ ടേംസിൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസും ഉണ്ടാകും. എനി നമ്പർ ഓഫ് വേരിയബിൾസ്. അങ്ങനെയുള്ള പോളിനോമിയൽ ഫോം, ഹോമോജീനിയസ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 in any number of variables is called quadratic form. And next consider this quadratic form. Q is equal to 3x square plus 6y square plus 4xy. 3x square plus 6y square plus 4xy എല്ലാ ടൈംസിൻ്റെ ഡിഗ്രി 2 ആണ്. എത്ര വേരിയബിൾസ് ഉണ്ട്? 2 വേരിയബിൾസ്. എന്നാൽ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും? കറസ്പോണ്ടിങ് ആയിട്ടൊരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഇത് എഴുതാൻ പറ്റും. ദെൻ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം, quadratic form in 2 variables x and y. The standard form is ax square plus by square plus 2hxy. Right? Then ax square plus by square plus 2hxy is comparing. Compare the what is a is equal to coefficient of x square is equal to 3. Then by square 6y square or b is equal to 6. 2hxy. Then what is 2hxy is equal to 2h is equal to 4 or h is equal to 3. 2. And the quadratic form, if you compare the given quadratic form with the standard form, ax square plus 2hxy plus by square, then we have a is equal to 3, b is equal to coefficient of y square is equal to 6, then h is equal to half of the coefficient of xy equal to 2. Then what is the matrix corresponding matrix? The quadratic form transfer the corresponding matrix x dash ax ആണ് the transformation. Then x dash ax q is equal to x dash ax where a is equal to ഇത് പോലെ പഠിക്കണം. എങ്ങനെയാണ്? a h g ax square plus by square plus 2hxy ആയാൽ അതിൻ്റെ corresponding matrix transformation ആകത്തെ x dash ax. Then a is equal to a h g. അതായത് coefficient of x square y square diagonal elements. xy യുടെ coefficient പകുതി അത് ഓഫ് ഡയഗണൽ. That is this matrix. A is equal to 3, h is equal to 2, h g. എന്നാൽ ഈ മെട്രിക്സ് ആയിരിക്കും. എന്നാൽ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ക്വാഡ്രാറ്റിക് ഫോമിന് നിന്ന് കിട്ടുന്ന മെട്രിക്സ് ആണ്. എക്സ് ഡാഷ് എക്സിന് ഈ ക്വാഡ്രാറ്റിക് ഫോം ആയിരിക്കും ആ എ എന്ന് പറയുന്ന മെട്രിക്സ്. എന്നാൽ ഈ 2/2 മെട്രിക്സിൻ്റെ എന്ത് ചെയ്യാനാണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ക്യാരക്ടറിസ്റ്റിക് റൂൾസ് ഉണ്ടല്ലോ. lambda I minus a determine lambda I minus a is equal to 0 or determine a minus lambda I is equal to 0. Lambda I minus a determine lambda I minus a minus lambda I same ആയിരിക്കും. ചില ടെക്സ്റ്റുകൾക്കകത്ത് determine a minus lambda എന്ന് കൊടുത്തിട്ടുണ്ടാവും. രണ്ടും സെയിം ആണ്. എന്നാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ determine lambda I minus a is equal to 0. എന്നാൽ determine lambda I minus a is equal to 0 കൊടുത്താൽ this determine is equal to 0. ഇത് എക്സ്പാൻഡ് ചെയ്താൽ AD minus BC lambda square minus 9 lambda plus 14 is equal to 0. If lambda square minus 9 lambda plus 14 is equal to 0, what is lambda minus 2 into lambda minus 7 is equal to 0. Okay? Now, which are the characters roots? The characters roots are lambda 1 is equal to 2 and lambda 2 is equal to 7. These are the characteristic roots or eigenvalues. Then lambda 1 is equal to 2 and lambda 2 is equal to 7 are the eigenvalues. Then ഇതാണ് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോം. അന്നേരം ആ ക്വാഡ്രാറ്റിക് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കിട്ടി? ഒരു മെട്രിക്സ് എ കിട്ടി. മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ അത് എക്സ് ഡാഷ് എ എക്സിനകത്ത് എ. ആ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എന്ത് കണ്ടുപിടിച്ച് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് ചെയ്യും. എന്നാൽ നമുക്ക് ഇതിനെ ഡയഗണലൈസ് ചെയ്യാം. ഇതിനെ ഡയഗണലൈസ്ഡ് ഫോം ഏതാണ്? ഡയഗണലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഡയഗണലായി വരുന്ന മെട്രിക്സ് എഴുതും. ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സിലെ ഡയഗണലായി വരുന്ന മെട്രിക്സ് ഇവിടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഏതൊക്കെയാണ്? 2 അതേപോലെ തന്നെ 7. ബാക്കി എലിമെന്റ്സ് എന്തായിരിക്കും? അർത്ഥം 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ഡി കിട്ടുക അല്ലേ? ദിസ് ഇസ് ഡി ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് കിട്ടും. അന്നേരം ഈ ലാംഡ 1 ലാംഡ 2 കിട്ടിക്കഴിഞ്ഞാൽ then next you take this equation. Then the canonical form is ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോമിന്റെ കറസ്പോണ്ടിങ് ആയി വരുന്ന canonical form എന്ന് പറയും. ആ canonical form is given by lambda 1 x square plus lambda 2 y square. Where lambda 1 and lambda 2 are the characteristic roots of A.
എന്നാൽ എയുടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ലാംഡ 1 ലാംഡ 2 കിട്ടിയാൽ അതിന്റെ കനോണിക്കൽ ഫോം, അതായത് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോം ഏത് 3x² പ്ലസ് 6y² പ്ലസ് 4xy എന്നുള്ളതിന്റെ കനോണിക്കൽ ഫോം, അതായത് മെയിൻ ഡയഗണൽ വരുന്ന ലിമിറ്റ്സ് മാത്രം വരുന്ന ഫോമാണ് ലാംഡ 1 x² പ്ലസ് ലാംഡ 2 y². Then corresponding at the canonical form of this given expression, or the given quadratic form is lambda 1 2x² plus 7y². എന്നാൽ canonical form എന്ന് പറഞ്ഞാൽ quadratic form തന്നാൽ അതിന് corresponding ആയിട്ട് എന്തുണ്ടാവും? canonical form ഉണ്ടാവും. ആ canonical form കിട്ടണമെങ്കിൽ ഈ quadratic ഫോമിൽ തന്നിരിക്കുന്ന quadratic ഫോമിൽ അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ x-ax എന്ന ഫോമിലേക്ക് എടുക്കുക. അങ്ങനെ x-ax എഴുതുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് a കിട്ടുന്നത് ax² plus by² plus 2hxy ആണെങ്കിൽ ഇതാണ് ahg, ഈ സിമെട്രിക് ഫോം ആണ്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കണ്ടുപിടിക്കുക. അങ്ങനെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ലാംഡ 1 ലാംഡ 2 കിട്ടിയാൽ ലാംഡ 1 × x² പ്ലസ് ലാംഡ 2 × y² ആയിരിക്കും ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഈ കേസിനകത്ത് 2x² plus 7y² is the canonical form of this quadratic form. ഈ ക്വാഡ്രാറ്റിക് ഫോമിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫോമാണ് ഇതാണ്. ഇനി ലാംഡ 1 2 ലാംഡ 2 7 എന്ത് കിട്ടി? നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കിട്ടി. അങ്ങനെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് അഥവാ ഈജൻ വെക്ടേഴ്സ് ഉണ്ടാവും. ഈജൻ വെക്ടേഴ്സ് കിട്ടാനുള്ള മാർഗ്ഗം ഏതാണ്? ലാംഡ i മൈനസ് a × x = 0. എന്നാൽ ലാംഡ i മൈനസ് a × x = 0 പറയുമ്പോൾ ഇതാണ് ലാംഡ i മൈനസ് a. മെട്രിക്സ് ലാംഡ -3 -2 ലാംഡ -6 ഇൻറ്റു xy ഇല്ലേ? അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് അഥവാ ഈജൻ വെക്ടേഴ്സ് ക്യാരക്ടറിസ്റ്റിക് ലാംഡ 1 = 2 കറസ്പോണ്ടിങ് ആയി വരുന്ന ഈജൻ വെക്ടർ. 2 കറസ്പോണ്ടിങ് ആയി വരുന്ന ഈജൻ വെക്ടർ കിട്ടാൻ വേണ്ടി ഇവിടെ ലാംഡയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? 2 എന്ന് കൊടുക്കും. ഈ കേസിനകത്ത് ലാംഡ i മൈനസ് a × x = 0. ഇതിനകത്ത് ലാംഡയ്ക്ക് പകരം കൊടുത്ത് 2 എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്നവരെ സോൾവ് ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഒരു ഈജൻ വെക്ടർ കറസ്പോണ്ട്സ് ലാംഡ = 2 ഈസ് -2 ആണെന്ന് കിട്ടും. ചെയ്ത് നോക്കുക. സിമിലർലി ഈ 7 കറസ്പോണ്ടിങ് ആയി വരുന്ന എന്തുണ്ടാവും? ഈജൻ വെക്ടർ ഉണ്ടാവും. 7 കറസ്പോണ്ടിങ് ആയി വരുന്ന ഈജൻ വെക്ടർ മീൻസ് ഈജൻ വെക്ടർ കറസ്പോണ്ട്സ് ടു 7 ഈസ് ലാംഡ i മൈനസ് a × x = 0. ഇതിനകത്ത് ലാംഡയ്ക്ക് പകരം എന്ന് കൊടുക്കുക? 7 എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 1 2 എന്ന് കിട്ടും. അന്നേരം ലാംഡ 1 ലാംഡ 2 കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടി? ഈജൻ വെക്ടേഴ്സ് കിട്ടി. ആ ഈജൻ വെക്ടേഴ്സ് ഇത് രണ്ട് ഈജൻ വെക്ടേഴ്സ് കോളമായി വരുന്ന മെട്രിക്സ്, അതായത് -2 1 ആദ്യത്തെ കോളം, രണ്ടാമത്തെ കോളം ഏതായിരിക്കണം? 1 2. ആ മെട്രിക്സ് ആണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? മോഡൽ മെട്രിക്സ് P അല്ലെ? P = ആ ഈജൻ വെക്ടേഴ്സ് കോളങ്ങളായി വരുന്ന മെട്രിക്സ്. നമ്മൾ അതിന്റെ ഡയഗണലൈസ്ഡ് ഫോം ഏതാണ്? P ഇൻവേഴ്സ് A × P. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയും അതുപോലെ തന്നെ എന്തായിരിക്കണം? ലാംഡ 1 ലാംഡ 2 കിട്ടി, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കിട്ടി. ആ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കറസ്പോണ്ടിങ് ആയി വരുന്ന എന്ത് കണ്ടുപിടിക്കുക? ഈജൻ വെക്ടർ കിട്ടുക. എന്നാൽ ലാംഡ 1 = 2 അഥവാ ലാംഡ 2 കറസ്പോണ്ടിങ് ആയി വരുന്ന ഈജൻ വെക്ടർ ആണ് ഏത്? -2 1. ആ -2 1 നമ്മൾ അതിന്റെ നോർമലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞ മറ്റൊരു ടൈപ്പ് ഉണ്ട്. നോർമലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഓരോന്നിനെയും അതിന്റെ സ്ക്വയേഴ്സിന്റെ സം എടുക്കുക, അതിന്റെ റൂട്ട് എടുക്കുക. അതായത് -2 സ്ക്വയർ 4, 1 സ്ക്വയർ 1, അങ്ങനെ 4 + 1 5, അതിന്റെ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നാൽ 5 റൂട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് √5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2 / √5 അഥവാ 1 / √5. അതിനെ പറയുന്നത് ഇതിന്റെ നോർമലൈസ്ഡ് ഫോം എന്നാണ്. ഓക്കെ, അന്നേരം നമുക്ക് എന്താ? ഈജൻ വെക്ടർ കിട്ടി. എന്നാൽ ലാംഡ 1 = 2 കറസ്പോണ്ടിങ് ആയ ഈജൻ വെക്ടർ ദിസ് വൺ. അതിന്റെ നോർമലൈസ്ഡ് ഫോം മീൻസ് -2 ഇതിന്റെ സ്ക്വയർ കൂടെ ആഡ് ചെയ്യും. then take the root -2 square plus 4 plus 1 square 1, അതിന്റെ റൂട്ട് √5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. or the normalized vector corresponds to lambda = 2 is -2 / √5, അതേപോലെ 1 / √5. ഇനി അതുപോലെ എന്തായിരിക്കും? ലാംഡ 2 = 7 എടുത്തു. ലാംഡ 2 = 7 കറസ്പോണ്ടിങ് ആയി വരുന്ന ഈജൻ വെക്ടേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ലാംഡ i മൈനസ് ax = 0. ആ ഇക്വേഷനകത്ത് ലാംഡ = 7, then you get the eigen vectors are 1 2. ഈ 1 2 വരെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ നോർമലൈസ്ഡ് ഫോമിലേക്ക് മാറ്റും. അതിന്റെ നോർമലൈസ്ഡ് ഫോമിലേക്ക് മാറ്റിയത് എന്താണ്? നേരത്തെ പറഞ്ഞത് 1 ന്റെ സ്ക്വയർ 1, 2 ന്റെ സ്ക്വയർ 4, 4 + 1 5,
അതിൻ്റെ റൂട്ട് എടുക്കും. അന്നേരം നോർമലൈസ്ഡ് ഫോം ആക്കാൻ ചെയ്യുന്നത് എന്താ പറയുക, ഇതിനെ ഓരോന്നിനെയും അതിൻ്റെ റൂട്ട് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദി സം എടുക്കും. സ്ക്വയേഴ്സ് സം ഓഫ് ദി സ്ക്വയേഴ്സ് അല്ലേ, ഇതിൻ്റെ സ്ക്വയേഴ്സ് എടുക്കുക, അതിൻ്റെ സം ചെയ്യുക, ദെൻ ടേക്ക് ദ റൂട്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നാൽ ഈ രണ്ടാമത്തെ ഈജൻ വെക്ടർ which is corresponds to lambda is equal to 7, that is 1 2. ആ 1 2 നോർമലൈസ്ഡ് ഫോം ഏതായിരിക്കും അർത്ഥം 1/√5 2 divided by √5 കിട്ടും അല്ലേ. ഇപ്പം നമ്മൾ എന്താ ചെയ്തതെന്നറിയാമോ, ഏതാ ഈ ക്വാഡ്രാറ്റിക് ഫോം തന്നു, ആ ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ മെട്രിക് റെപ്രസെൻറ്റേഷൻ എടുത്തു, സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതും. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഏതായിരിക്കുന്നതാണ് എ എച്ച് എച്ച് ജി കിട്ടി, ദിസ് മെട്രിക്സ് കിട്ടി 3 2 2 6. ആ 3 2 2 6ന്റെ എന്ത് കണ്ടുപിടിച്ചു, ഈജൻ വാല്യൂസ് അതാ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കണ്ടുപിടിച്ചു. ഡിറ്റർമിൻ ലാംഡ I minus A is equal to 0 എടുത്തു. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കിട്ടി 2 കിട്ടി 7 കിട്ടി. ഇനി ആ 2 7 ഡയഗണലായി വരുന്ന എലിമെന്റ്സ് ബാക്കിയെല്ലാം 0 ആക്കി എഴുതും. അതായിരിക്കുമല്ലോ ഈ തന്നിരിക്കുന്ന അതിൻ്റെ ഏതെന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിന്റെ ഏതാ ഡയഗണലൈസ്ഡ് ഫോം. അന്നേരം അതിന്റെ ഡയഗണലൈസ്ഡ് ഫോം ആക്കുമ്പോൾ അതിന് മോഡൽ മെട്രിക്സ് ബി ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഈ 2 കറസ്പോണ്ടിങ് ആയി വരുന്ന ഈജൻ വെക്ടർ എടുക്കും, ലാംഡ I minus A into x is equal to 0, അതിനകത്ത് ലാംഡ is equal to 2 എന്ന് കൊടുക്കും. അന്ന് നമുക്ക് ഇങ്ങനെ കിട്ടി. അതുപോലെ ലാംഡ is equal to 7 കറസ്പോണ്ടിങ് ആയി വരുന്ന ഈജൻ വെക്ടർ കണ്ടുപിടിക്കും. അത് കോളങ്ങളായി വരുന്ന മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞാൽ മോഡൽ മെട്രിക്സ് ബി. പക്ഷെ ഇവിടെ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും, ഈ മോഡൽ മെട്രിക്സിനകത്ത് ആദ്യത്തെ കോളം ഈജൻ വെക്ടർ കറസ്പോണ്ട്സ് ടു ലാംഡ is equal to 2, അത് -2 ആണ്. അതിന്റെ നോർമലൈസ്ഡ് ഫോമിൽ, അതിന്റെ നോർമലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇതിനെ സ്ക്വയർ ചെയ്യും, അതിന്റെ സം എടുക്കും, അതിന്റെ റൂട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അതുപോലെ ലാംഡ is equal to 7 എടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ഈജൻ വെക്ടർ 1 2 ആണ്. അതിന്റെ നോർമലൈസ്ഡ് ഫോം ആണ് ഇത് 1/√5 കോളം മെട്രിക്സ് അഥവാ കോളം വെക്ടർ 2 divided by √5. നമുക്ക് ഇതിന്റെ നോർമലൈസ്ഡ് ഫോം ഏതാ കിട്ടിയിരിക്കുന്നത്, ലാംഡ is equal to 2 കറസ്പോണ്ടിങ് ആയി വരുന്ന ഈജൻ വെക്ടർ, അതിന്റെ നോർമലൈസ്ഡ് ഫോം -2 divided by √5 1/√5. ആ -2/√5 1/√5 കോളം ഫസ്റ്റ് കോളമായി വരുന്ന മെട്രിക്സ് ആണ്. അതേപോലെ തന്നെ എന്തായിരിക്കും സെക്കൻഡ് കോളം, രണ്ടാമത്തെ ഈജൻ വാല്യൂ, അതിന്റെ നോർമൽ ഈജൻ വെക്ടർ, അതിന്റെ നോർമലൈസ്ഡ് ഫോം 1 divided by √5 അല്ലേ, 1 divided by √5 2 divided by √5. Then what is this matrix P? This matrix P is the normalized vector corresponds to, അത് കോളങ്ങളാണ്, normalized vector corresponds to lambda is equal to 2, അപ്പോൾ lambda is equal to 7. This is the model matrix or the matrix which transforms this quadratic form into the canonical form. It's okay. അങ്ങനെ quadratic form canonical form എന്ന് പറയുമ്പോൾ ആ തന്നിരിക്കുന്ന quadratic form ഇത് 2 വേരിയബിൾസ് ax² plus by² plus 2hx². അതിന് എന്ത് കണ്ടുപിടിക്കും, കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ x dash ax x dash ax. അങ്ങനെ A എന്ന് പറയുന്ന മെട്രിക്സ്, A എന്ന് പറയുന്ന മെട്രിക്സ് 2 വേരിയബിൾസ് ഉള്ള കേസിനകത്ത് A എന്നാണല്ലോ A H H G. അങ്ങനെ ഈ മെട്രിക്സിന്റെ എന്ത് കണ്ടുപിടിക്കുക, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കണ്ടുപിടിക്കും. ലാംഡ I minus A is equal to 0 ഡിറ്റർമിനന്റ്, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് A minus ലാംഡ is equal to 0 ബോത്ത് ആർ സെയിം. അങ്ങനെ എന്ത് കണ്ടുപിടിക്കുക, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കിട്ടും. ഇനി ആ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡയഗണലായി വരുന്ന മെട്രിക്സ് ആണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ്. ഇവിടെ നമ്മൾ അതല്ലേ എഴുതുന്നത്. അത് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ലാംഡ 1 ലാംഡ 2 x²ന്റെയും y²ന്റെയും 2 വേരിയബിൾസ് ആണ് കോഎഫിഷ്യൻസ് ആയിട്ട് എഴുതുന്നത്. അത് നമുക്ക് x² y² ഉള്ള ഇക്വേഷൻ കിട്ടും. അതായത് ലാംഡ 1 x² plus ലാംഡ 2 y² is defined as the canonical form. എന്നാൽ ഇത് ക്വാഡ്രാറ്റിക് ഫോം ആയാൽ അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന കനോണിക്കൽ ഫോം ആണ് ലാംഡ 1 x² plus ലാംഡ 2 y². ഇനി ആ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഫോം ചെയ്യുന്ന അതിന്റെ മോഡൽ മെട്രിക്സ്, നേരത്തെ P എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടും, ഇവിടെയും അതുപോലെ തന്നെ P എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന മാർഗം ലാംഡ 1 is equal to 2 കറസ്പോണ്ടിങ് ആയി വരുന്നത് എന്ത് കണ്ടുപിടിക്കുക, ഈജൻ വെക്ടർ കണ്ടുപിടിക്കുക. അന്നേരം ലാംഡ I minus A is equal to x, ലാംഡ I minus A into x is equal to 0. In this equation put lambda is equal to 2. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഈജൻ വെക്ടർ കിട്ടും. ആ ഈജൻ വെക്ടറിന്റെ എന്ത് എഴുതുക, നോർമലൈസ്ഡ് ഫോം. നോർമലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ അതിനെ അതിന്റെ സ്ക്വയേഴ്സിന്റെ സം എടുക്കുക, അതിന്റെ റൂട്ട് എടുക്കുക, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും ഓരോന്നിനെയും. അങ്ങനെ ഇത് -2/√5 1/√3. Similarly, find the eigen vector corresponds to lambda is equal to 7. Now corresponds to lambda is equal to 7. The eigen vector is 1 2. Its normalized form is 1 divided by root of sum of squares. Now 2 in the square 4, 1 in the square 1, 4 plus 1 5. Now root 5 will divide it. 1/√5, 2 divided by √5. അങ്ങനെ എന്തായിരിക്കുന്നത്, ആ രണ്ട്
ഈജൻ വെക്ടേഴ്സിന്റെ നോർമലൈസ്ഡ് ഫോം കിട്ടി. ആ ഈജൻ വെക്ടേഴ്സിന്റെ നോർമലൈസ്ഡ് ഫോം അത് ഒന്നാമത്തെ കോളവും ഇത് രണ്ടാമത്തെ ഈജൻ വെക്ടർ കറസ്പോണ്ടിങ് ആയി വരുന്ന നോർമലൈസ്ഡ് ഫോം അത് രണ്ടാമത്തെ കോളവും. ഈ മെട്രിക്സ് ബി, ദിസ് മെട്രിക്സ് ബി ഈസ് ദ മോഡൽ മെട്രിക്സ് or the matrix that transforms this quadratic form into the canonical form. അന്നേരം ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന എന്തായിരിക്കും? ക്വാഡ്രാറ്റിക് ഫോം തരും, അതിന് കറസ്പോണ്ടിങ് ആയി കനോണിക്കൽ ഫോമിലേക്ക് മാറ്റാൻ പറയും. ഇനി അതേപോലെ തന്നെയാണ് ഈ മെട്രിക്സ് ഓഫ് ട്രാൻസ്ഫർമേഷൻ അഥവാ മോഡൽ മെട്രിക്സ് വരും. ഈ തന്നിരിക്കുന്ന ഡെഫിനിഷൻ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും? ബുക്കിലേക്ക് പകർത്തുക. ഇതെല്ലാം പ്രോബ്ലങ്ങൾ ഇത്രയും കാര്യങ്ങൾ what do you mean by quadratic form and what do you mean by canonical form. Canonical form എന്ന് പറഞ്ഞാൽ if lambda 1 and lambda 2 are the characters roots of this matrix A. ഏത് ക്വാഡ്രാറ്റിക് ഫോം തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഉണ്ട്. എക്സ് ഡാഷ് എ എക്സ് ഉണ്ട്. എക്സ് ഡാഷ് മീൻസ് എക്സിന്റെ ട്രാൻസ്പോസ് എ എക്സ്. നമ്മൾ എക്സ് ഡാഷ് എ എക്സ് കിട്ടും. അതൊക്കെ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോമിന് ഈക്വലന്റ് ആയിരിക്കും. എന്നാൽ ഇതാണ് ഈ എ. അന്നേരം എക്സ് ഡാഷ് എ എക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ദിസ് മെട്രിക്സ് എ ഈസ് നോൺ ആസ് ദ കോൺഗ്രുവന്റ് മെട്രിക്സ് ടു ഡി. എന്നാൽ എയും അതുപോലെ തന്നെ അതിന്റെ ഡയഗണലായി വരുന്ന മെട്രിക്സ് ഡിയും ഉണ്ടാകും. അത് രണ്ടും അറിയപ്പെടുന്ന കോൺഗ്രുവന്റ് മെട്രിക്സ് എന്നൊക്കെ പറയാം. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ഈ എ എഴുതി എയുടെ ക്യാരക്ടേഴ്സ് റൂട്ട്സ് കണ്ടുപിടിച്ചു. ആ ക്യാരക്ടേഴ്സ് റൂട്ട്സ് എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് ആയിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇക്വേഷൻ അല്ല പോളിനോമിയൽ lambda 1 x സ്ക്വയർ പ്ലസ് lambda 2 y സ്ക്വയർ, ദാറ്റ് ഈസ് ദ കാനോണിക്കൽ ഫോം. ഇനി ആ കാനോണിക്കൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ബി കിട്ടാൻ വേണ്ടിയിട്ട് lambda 1 is equal to lambda 2 is equal to അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ഈജൻ വെക്ടേഴ്സ്. ആ ഈജൻ വെക്ടേഴ്സിന്റെ എന്തായിരിക്കുന്ന നോർമലൈസ്ഡ് ഫോമിൽ ആ നോർമലൈസ്ഡ് ഫോം ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവുമായിട്ട് ആ മെട്രിക്സ് ആയിരിക്കും ഈ തന്നിരിക്കുന്നതിന്റെ മോഡൽ മെട്രിക്സ്. അഥവാ ഇതിന്റെ കനോണിക്കൽ ഫോം ഇത്. ആ കനോണിക്കൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന നോൺ മെട്രിക്സ് എന്തായിരിക്കും അർത്ഥം?